നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗലം പെരുന്തുരുത്തിയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പൊന്നാനി അങ്ങാടിയിൽ കെട്ടിടം തകർന്നു വീണു. കെട്ടിടം വീണത് തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ. ഉസ്താദ് യൂനുസ് മാസ്റ്ററെ അനുസ്മരിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള. അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് അറുതിയായി. വെള്ളക്കെട്ട് താഴ്ന്നു തുടങ്ങി. തിരൂർ ഏഴൂർ സ്കൂളിലെ ക്യാമ്പ് അടച്ചു. മലപ്പുറം ജില്ലയിൽ 66 ക്യാമ്പുകളിലായി 1280 കുടുംബങ്ങൾ. വിശദമായ വാർത്തകൾ. മംഗലം പെരുന്തുരുത്തിയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻപുരയിൽ സുബ്രഹ്മണ്യൻ സിന്ധു ദമ്പതികളുടെ മകളായ സ്മിജുനയെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മംഗലം പെരുന്തുരുത്തി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന പുത്തൻപുരയിൽ സുബ്രഹ്മണ്യൻ സിന്ധു ദമ്പതികളുടെ മകളായ സ്മിജുനയെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. അമ്മയോടൊപ്പമാണ് സ്മിജുന ഉറങ്ങാൻ കിടന്നിരുന്നത്. പുലർച്ചെ മകളെ കാണാതായതോടെ വീട്ടുകാർ നടത്തിയ തിരച്ചിലിൽ മറ്റൊരു മുറിയിൽ സ്മിജുനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സ്മിജുന അവിവാഹിതയാണ്. ശ്രീഷ്മ ഏക സഹോദരി. വെട്ടം ന്യൂസ്, മംഗലം. ജീർണിച്ചതും കാലപ്പഴക്കം ചെന്നതുമായ പൊന്നാനി അങ്ങാടിയിലെ കെട്ടിടങ്ങളിൽ ഒന്നുകൂടി നിലംപൊത്തി. പൊന്നാനി അങ്ങാടി പാലത്തിന് സമീപം കനോലി കനാലിന്റെ തീരത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് തകർന്നു വീണത്. പഴയ ചാക്കുകൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണാണ് തകർന്നത്. ചാക്കു തുന്നുന്നവർ ഉച്ചഭക്ഷണത്തിനായി പോയ സമയത്താണ് കെട്ടിടം തകർന്നത്. തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത്. മുകളിലും താഴെയുമായുള്ള ഓടിട്ട കെട്ടിടമായിരുന്നു ഇത്. മുകളിലെ മേൽക്കൂര ഉൾപ്പെടെ താഴേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. കാലപ്പഴക്കവും ബലക്ഷയവുമാണ് കെട്ടിടത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി കണക്കാക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി മഴ ശക്തമാകുമ്പോൾ അങ്ങാടിയിലെ കെട്ടിടങ്ങൾ നിലം പൊത്തുന്നത് പതിവാണ്. ആൾത്തിരക്കേറിയ മേഖലയായിരുന്നിട്ടും കെട്ടിടങ്ങളുടെ തകർച്ചയിൽ ആളപായങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ്. ബലക്ഷയം വന്ന 16 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നൽകിയ നോട്ടീസിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇങ്ങനെ നോട്ടീസ് നൽകിയ കെട്ടിടങ്ങളിൽ പലതും സ്വമേധയാ തകർന്നു വീണതായും പറയുന്നു. പെട്ടെന്നാണ് ഇത് അപകടം ഉണ്ടായത്. ഇവർ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോയി 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇത് ചൊരിഞ്ഞിട്ട് ഇറങ്ങാണ് ചെയ്തത്. ഇടിഞ്ഞിട്ട് വീണ്. ആ സമയത്തിട്ട് അവർ അവിടെ ഉണ്ടെങ്കിൽ 2 പേരുടെ ജീവൻ അപായപ്പെട്ടു പോയില്ല. അത്രയും ഡേഞ്ചറായിരുന്നു കേട്ടോ. ആ അവസ്ഥ കണ്ടു നോക്കുമ്പോൾ എന്തോ അവരൊരു പുനർജന്മം എന്ന് പറയും. ഇവിടുന്ന് ഇറങ്ങി 5 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് സംഭവിച്ചു പോയി. ആ സംഭവിക്കുന്ന സമയത്ത് അവർ ആ കടക്കാർ ആരെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ 2 ആളെ ജീവൻ അപകടപ്പെട്ടു പോയിരുന്നു. അതുപോലെ ഈ വയലിൽ പോണ യാത്രക്കാരുണ്ടെങ്കിൽ അവരും അപായപ്പെട്ടു പോയി. അപ്പോൾ അവർ 2 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ സാധനം ലോക്ക് ചെയ്തിട്ട് അടുത്തുള്ള എൻ്റെ കടലിൻ്റെ നേരെ മുമ്പിലുള്ള സെക്യൂരിൻ്റെ കടയിൽ ഇരിക്കുമ്പോഴാണ് ഈ കെട്ടിടം തകർന്നു വീഴുന്നത്. അപ്പോൾ ഏകദേശം ഒരു 200 വർഷത്തോളം പഴക്കങ്ങൾ ഓരോ കെട്ടിടങ്ങൾക്കുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ കളിമണ്ണ് കൊണ്ട് പഴയകാലത്ത് നിർമ്മിച്ചവയാണ്. ഇപ്പോൾ മെയിൻ റോട്ടിലുള്ള ഈ കെട്ടിടങ്ങളും ഇപ്പോൾ ഇത് ഈ പാലത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ കട. എൻ്റെ ഷോപ്പിൻ്റെ നേരെ പിൻഭാഗം. ഇപ്പോൾ മെയിൻ റോട്ടിലുള്ള കടകളും ഏകദേശം കാലഹരണപ്പെട്ട കടകളാണ്. കാരണം അതിൻ്റെ ഫ്രണ്ടേജ് മേൽക്കൂരൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഏത് നിമിഷവും അപകട ഭീഷണിയാണ്. കാരണം മഴച്ചാറിലും ഇതും കാറ്റടിക്കുമ്പോൾ ഈ മഴപ്പാൽ തട്ടുമ്പോൾ ഇതൊക്കെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ്. ഏത് നിമിഷവും അപകടം വരും. ഇവിടെ ഇപ്പോൾ ഒരുപാട് കെട്ടിടങ്ങളായി തകർന്നു വീഴുന്നു. പക്ഷേ അധികാരികളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ശ്രദ്ധ ഇതിലുണ്ടാവുന്നില്ല. ഇത് വലിയ അപകടമാണ്. ഈ സമയത്ത് ഈ റോട്ടിൽ കൂടി യാത്ര പോണ ഒരു
പൊതുവഴിയാണിത്. ഒരുപാട് വീടുകളൊക്കെ അവിടെ ഉണ്ട്. ഈ അപകടം നടക്കുന്ന സമയത്ത് ആരെങ്കിലും അതിൻ്റെ ഇടയിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു ജീവൻ പോലും കിട്ടില്ല. ആ അവസ്ഥയിലിരുന്നു ഇപ്പോൾ കച്ചവടം ചെയ്തിരുന്നവരും. കാരണം അത് മൊത്തം റോട്ടിലേക്ക് ചാടി. ഇവരെല്ലാം കൂടിയും കുറേ ആളുകൾ കൂടി. വെട്ടം ന്യൂസ് പൊന്നാനി. ഉസ്താദ് യൂനസ് മാസ്റ്ററുടെ ഓർമ്മ ദിനത്തിൽ കലാകാരന്മാർ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ സ്മരണാഞ്ജലിയും വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് അനുശോചനവും സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഈശ്വർ തിരൂർ അധ്യക്ഷത വഹിച്ചു. സവാക് ജില്ലാ രക്ഷാധികാരിയും മലബാറിലെ സംഗീത ആചാര്യനുമായിരുന്ന യൂനസ് മാസ്റ്ററുടെ ഓർമ്മദിനം ആചരിച്ചു. കലാകാരന്മാരുടെ സമരസംഘടനയും ജില്ലയിലെ നിരവധി സ്റ്റേജ് കലാകാരന്മാരുടെ ക്ഷേമ പെൻഷൻ ലഭ്യതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുവരുന്ന സവാക് തൃക്കണ്ടിയൂർ ലളിതകലാസമിതിയിൽ വേദിയൊരുക്കിയത്. ജില്ലാ വൈസ് പ്രസിഡന്റ് ഈശ്വർ തിരൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ട് സ്വാഗതം പറഞ്ഞു. ഫിറോസ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. സെൽടി തിരൂർ, ബദറുദ്ദീൻ PT, നരൻ ചെമ്പൈ, മുസ്തഫ PM, മണി KP, മുഹമ്മദ് പട്ടർനടക്കാവ്, ഖദീജ യൂനസ്, VV സത്യാനന്ദൻ, സുന്ദർ തിരൂർ, ജയരാജ് K, സോറ BP, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, രമേശ് C, ഹാഷിം CK, സൈനുദ്ദീൻ EK, ശ്രീധർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് അറുതിയായി. മഴയും ന്യൂനമർദ്ദവും ശക്തമായ സാഹചര്യത്തിൽ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി കടലിലിറങ്ങരുതെന്നാണ് ഫിഷറീസ് വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്തും വലകൾ നിർമ്മിച്ചും തീരദേശം ഒരുങ്ങിക്കഴിഞ്ഞു. കടലിൽ പോകാനാവശ്യമായ ഐസ് കട്ടകൾ ചാക്കിലാക്കി ബോട്ടുകളിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ കടലിലിറങ്ങരുതെന്നാണ് മുന്നറിയിപ്പ്. 52 ദിവസം നീണ്ടുനിന്ന ദുരിതാനുഭവങ്ങൾ മറന്ന് ചാകര തേടി കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. അറ്റകുറ്റപ്പണികൾ തീർത്ത് പെയിന്റിംഗ് ജോലികളും പൂർത്തിയാക്കി ബോട്ടുകൾ തീരത്ത് നിരന്നു കഴിഞ്ഞു. പുതിയ വലകൾ നിർമ്മിക്കുകയും ലോഡിംഗ് ഉപകരണങ്ങളുടെ പെയിന്റിംഗ് ജോലികളും പുരോഗമിക്കുകയാണ്. പ്ലാസ്റ്റിക് കയറും ഉരുക്കുമണികളും ഉപയോഗിച്ചുള്ള വലകളാണ് കൂടുതലായി ഉണ്ടാക്കുന്നത്. ട്രോളിംഗ് നിരോധനം കഴിയുമ്പോൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കരിക്കാടി ചെമ്മീനും കണവയ്ക്കുമായി പ്രത്യേക വലകളും ഒരുക്കുന്നുണ്ട്. ആധാരം പണയം വെച്ചും സ്വർണ്ണ വായ്പയെടുത്തും കമ്മീഷൻ ഏജന്റുമാരിൽ നിന്നും മുൻകൂർ തുക വാങ്ങിയുമാണ് ബോട്ടുകൾ ഒരുക്കി തൊഴിലാളികൾ പുതിയ സീസണിൽ കാത്തിരിക്കുന്നത്. വരാനിരിക്കുന്ന സീസൺ പ്രതീക്ഷയുടേതാകുമെന്ന പ്രത്യാശയോടെയാണ് ബോട്ടുകളുടെ മുന്നൊരുക്കം. ന്യൂസ് ഡെസ്ക് വെട്ടം. മഴ ശമിച്ചതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് താഴ്ന്നു തുടങ്ങി. തിരൂർ താലൂക്കിലെ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതോടെ പിരിച്ചുവിട്ടു. തിരൂർ നഗരസഭയിലെ MDPS സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് വെള്ളിയാഴ്ച ഉച്ചയോടെ പിരിച്ചുവിട്ടു. തിരൂർ നഗരസഭയിലെ 50 കുടുംബങ്ങളിലായി 127 ആളുകൾ താമസിച്ചിരുന്ന ഏഴൂർ MDPS സ്കൂളിലെ ക്യാമ്പ് വെള്ളിയാഴ്ച ഉച്ചയോടെ പിരിച്ചുവിട്ടു. മുത്തൂർ, കൂത്തുപറമ്പ്, ഏഴൂർ, സൗത്ത് അന്നാര എന്നീ പ്രദേശങ്ങളിലുള്ളവരാണ് ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത്. തിരൂർ നഗരസഭയിൽ കീഴിലുള്ള ഈസ്റ്റ് മേഖലകത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പാണ്. ക്യാമ്പ് ഇന്നത്തോടു കൂടി അവസാനിക്കും. നമ്മുടെ ഇവിടെയുള്ള അന്തേവാസികൾക്ക് വെള്ളം കയറി ബുദ്ധിമുട്ടിലായ എല്ലാ കുടുംബങ്ങൾക്കും നഗരസഭയും അതേപോലെ തന്നെ അവിടുത്തെ പ്രവാസികൾ, വിദ്യാർത്ഥികളടക്കമുള്ള എല്ലാവരും ഒത്തൊരുമിച്ചോടുകൂടി നമ്മുടെ ഈ ക്യാമ്പ് നല്ല രീതിയിൽ ഇതിക്ക് സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തണം. MDPSന്റെ മാനേജ്മെന്റ് അതേപോലെ തന്നെ ഹെഡ് മാസ്റ്റർ സലാമാഷ് ഇവരൊക്കെ തീർത്ത നന്ദി രേഖപ്പെടുത്തണം. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ സ്കൂളിന്റെ എല്ലാ നല്ല രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടുത്തെ HM നല്ല രീതിയിലുള്ള സഹകരണം, അതേപോലെ തന്നെ ഇവിടുത്തെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, സ്കൂളിന്റെ എല്ലാ സാധനങ്ങളും നമുക്ക് വിട്ടുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ അടക്കം നമുക്ക് വിട്ടുന്നിട്ട് വീണ്ടും പിന്നെ പൈസ കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത സലാമാഷ് അതേപോലെ തന്നെ സ്കൂളിന്റെ മാനേജ്മെന്റിന് എല്ലാവർക്കും നഗരസഭന്റെ ഹെൽത്ത് വിഭാഗം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക. ക്യാമ്പ് പിരിച്ചുവിട്ടതോടെ വെള്ളം കയറിയ വീടുകളിലെ ശുചീകരണത്തിനായി സ്കൂളിലെ NSS വോളണ്ടിയർമാർ പുറപ്പെട്ടു. 17, 25, 26 വാർഡുകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ടോട്ടൽ 32 കുട്ടികളോളം വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് കിട്ടുന്നത്. ഞങ്ങൾ ഇതിനു മുന്നേ അങ്ങനെ പ്രളയബാധിത സ്ഥലത്ത് ഞങ്ങൾ ക്ലീനിങ്ങിന് ശുചിത്വത്തിന് വോളണ്ടിയേഴ്സിന് ഒന്നും പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം, അത്രേ ഉള്ളൂ. തിരൂർ ബോയ്സ് ഹൈസ്കൂളിലും പൊറൂർ AMLP സ്കൂളിലുമുണ്ടായിരുന്ന ക്യാമ്പ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു. വെട്ടം ന്യൂസ് തിരൂർ. മഴക്കെടുതി മൂലം ജില്ലയിൽ 66 ക്യാമ്പുകളിലായി 1280 കുടുംബങ്ങളിലെ 3475 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. ഏതാനും മണിക്കൂറുകളായി മഴ കുറവുള്ള സാഹചര്യത്തിൽ കൂടുതൽ പേരെ വീടുകളിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഏറനാട് താലൂക്കിൽ 12 ക്യാമ്പുകളിലായി 82 കുടുംബങ്ങളും തിരൂരിൽ 11 ക്യാമ്പുകളിലായി 448 കുടുംബങ്ങളുമാണുള്ളത്. തിരൂരങ്ങാടിയിൽ 13 ക്യാമ്പുകളിൽ 399 കുടുംബങ്ങളും പെരിന്തൽമണ്ണയിൽ 10 ക്യാമ്പുകളിൽ 52 കുടുംബങ്ങളുമാണ് നിലവിലുള്ളത്. പൊന്നാനിയിൽ 9 ക്യാമ്പുകളിൽ 187 കുടുംബങ്ങളാണുള്ളത്. നിലമ്പൂരിൽ 4 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 110 കുടുംബങ്ങളുണ്ട്. കൊണ്ടോട്ടി താലൂക്കിലുള്ള ഒരു ക്യാമ്പിൽ 2 കുടുംബങ്ങളാണ് കഴിയുന്നത്. ഏതാനും മണിക്കൂറുകളായി
മഴ കുറവുള്ള സാഹചര്യത്തിൽ കൂടുതൽ പേരെ വീടുകളിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വെട്ടം ന്യൂസ്, മലപ്പുറം. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.